നിലനിന്നിരുന്നു. നമ്മുടെ ഭാരത സൊസൈറ്റി അതിൽ നിന്ന് വിഭിന്നമല്ല. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നെ പോലുള്ള പുരുഷന്മാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് പ്രവേശിക്കുന്നത്. ഒരു സന്തോഷത്തോടെ രാജകീയ ഭരണം കയ്യിൽ കിട്ടിയല്ലോ എന്ന പ്രൗഢിയോടുകൂടിയാണ് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിവാഹ ജീവിതം തുടങ്ങുന്ന ആദ്യ ദിവസം മുതൽ തന്നെ തന്റെ അധികാരം ഏറ്റെടുത്ത് അധികാരത്തോടു കൂടെ സംസാരിക്കുന്ന ഭർത്താക്കന്മാരുടെ തുടക്കമാണ് വിവാഹ ജീവിതത്തിൽ പലയിടങ്ങളിലും തുടങ്ങാറുള്ളത്. അല്ല, ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നുമില്ല, കണിയൊന്നും ഒക്കെ വിളിച്ചു തുടങ്ങുമെങ്കിലും പിന്നീട് ആ കണിയൊക്കെ മാറി എരിവും പുളിയും ഒക്കെ ആയി മാറുന്ന അനുഭവങ്ങള് വിവാഹ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വേദപുസ്തകം ഒരിക്കൽ ഒരു സ്ത്രീയെ ഡൗൺ ആയി കാണുന്നില്ല. വേദപുസ്തകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ വേദപുസ്തകം ആണും പെണ്ണും പാർട്ട്ണറായി മാത്രമാണ് കാണുന്നത് എന്ന പല വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിപ്പാൻ സാധിക്കും. ചിന്തിക്കണം, ആ വാക്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കണം. ഒരിക്കലും ഒരു സ്ത്രീ ഒരടിമയായി, ഒരു ഭാര്യ അടിമയായി ഭവനത്തിൽ കഴിയുവാൻ ഞാൻ പഠിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ രണ്ട് തരത്തിലുള്ള റോളുകളാണുള്ളത്. ഒന്ന് റിലേഷണൽ റോൾ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ബന്ധത്തിൻ്റെതായ റോൾ. ആ റോള് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈക്വാലിറ്റി ആൻഡ് ഇന്റർഡിപെൻഡൻസ്. അതിൽ സമത്വവും പരസ്പരമുള്ള ബന്ധവുമാണ് റിലേഷണൽ റോളിൽ കാണിക്കുന്നത്. നമുക്ക് വായിക്കാം വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചാൽ. എങ്ങനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി, ദൈവം പറയാൻ സൃഷ്ടിച്ചിട്ട് ഹവ്വയോട് പറഞ്ഞില്ല, നീ ഒരു കാര്യം ചെയ്യണം, നീ എന്ത് ചെയ്യണം, ആദമിന്റെ സ്ലേവായിട്ട് കഴിച്ചോണം, ഞാൻ നിന്നെ അവനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അവൻ പറയുന്നതിന് അപ്പുറത്തോട്ട് അനങ്ങി പോകരുത്. അങ്ങനെയല്ല കർത്താവ് പഠിപ്പിച്ചു. അവരെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ചാൽ. അതുകൊണ്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരെന്തായി തീരും? ഏക ദേഹമായി തീരും. അതുകൊണ്ട് തന്നെയാണ് ഭാര്യയെ അടിക്കുന്നവൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ്. ഭാര്യയെ ഉപദ്രവിക്കുന്നവൻ അവൻ ഭൂതാത്മാവ് ബാധിച്ചവനാണ്. ഭാര്യയെ അടിക്കുകയോ ഏതെങ്കിലും നിലയിൽ അബ്യൂസ് ചെയ്യുകയോ ഭാര്യയെ ഏതെങ്കിലും നിലയിൽ ശരീര ഉപദ്രവം ഏൽപ്പിക്കുകയോ ഭാര്യയെ നികൃഷ്ടമായി കളിയാക്കിയോ ഏതെങ്കിലും നിലയിൽ പുരുഷ മേധാവിത്വം വെച്ചുകൊണ്ട് ഭാര്യയോ ഭർത്താവിനെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ, കാരണം ഇന്നത്തെ കാലത്ത് അതാ പറയേണ്ടത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കുകയോ, ഞാനിത് ചിരിക്കാൻ പറഞ്ഞതല്ല, പുരുഷന്മാർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഭാര്യയുടെ അടി സഹിക്കാൻ വയ്യ എന്ന്. അതൊരു എക്സാജറേഷൻ ആയിട്ട് നിങ്ങൾ കാണണ്ട. ഔട്ട്ലുക്ക് എന്ന മാസികയിൽ വളരെ ക്ലിയർ ആയി വന്ന ഒരു ഫീച്ചറിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവര് വാസ്തവമായ കാര്യം മാത്രമേ എഴുതാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുരുഷനോ സ്ത്രീയോ പരസ്പരം ദേഹോപദ്രവം ചെയ്യുകയോ പരസ്പരം അബ്യൂസ് ചെയ്യുകയോ പരസ്പരം കളിയാക്കുകയോ പരസ്പരം സ്വന്തം ശരീരത്തോട് ചെയ്യാത്തത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്താൽ ആ ആള് മനുഷ്യാത്മാവോ ദൈവാത്മാവോ ഉള്ള ആളല്ല, ആ ആള് ഭൂതാത്മാവ് ബാധിച്ചവനാണ്. അത് വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം അവര് തിരുവചനം പറഞ്ഞത് പുരുഷനെയും സ്ത്രീയെയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവർ ഒരു ദേഹമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭാര്യ അടിച്ചാൽ 6 ദേഹത്തായിട്ട് അടിക്കുന്നു, തന്നെത്താനിട്ട് അടിക്കുക, ശാപച്ച് ഉപദ്രവിക്കുന്നു. അതുകൊണ്ടാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ ഞാൻ എടുത്തത്. തന്നെത്താൻ ചതച്ചും ഉപദ്രവിച്ചും നടക്കുന്ന മനുഷ്യനായിരിക്കും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല. പൗലോസ് അവിടെ നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗമയുണ്ടായിരുന്നു.
പുരുഷനെ കൂടാതെ സ്ത്രീ ഇല്ല എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ, പക്ഷേ എങ്കിൽ പൗലോസ് അവിടെ നിർത്തിയില്ല. നിർത്താതെ പറഞ്ഞു, പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനില്ല. അടുത്തത്, സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ. നമ്മൾ സാധാരണ എടുക്കുന്ന വാക്യം അതിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അടുത്ത റിലേഷൻഷിപ്പ് വരുമ്പോ നമ്മൾ സാധാരണ എടുക്കുന്ന വാക്യം, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആദമിൽ നിന്നാണ് നീ. പുരുഷൻ ആദ്യം ഉണ്ടായി, ആദം ആദ്യം ഉണ്ടായി, സ്ത്രീ രണ്ടാമതുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തോണം? പറഞ്ഞേ, സ്ത്രീ സ്ലേവ് ആയിക്കോണം. അങ്ങനെ പൗലോസ് പറഞ്ഞില്ല. ഉത്തരവാദിത്വങ്ങളെ പറ്റി, റോളിനെ പറ്റി പറയുമ്പോഴാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റിലേഷൻഷിപ്പിൽ, റിലേഷണൽ കൺസെപ്റ്റിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സ്ത്രീ പുരുഷനിൽ നിന്ന് വന്നതുപോലെ തന്നെ പുരുഷൻ ആരിൽ നിന്ന് വന്നു? സ്ത്രീയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ആദ്യം കറക്റ്റാണ്, ആദമിൽ നിന്നാണ് ഹവ്വ വന്നതെങ്കിലും പിന്നീട് ഉണ്ടായിട്ടുള്ള, ലോകത്തിലുണ്ടായിട്ടുള്ള പുരുഷന്മാരെല്ലാം സ്ത്രീയെ കൂടാതെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ആദാം ഉണ്ടായതുകൊണ്ട് വീട്ടിലെ ഭാര്യ അടിമയായിരിക്കണം എന്ന കൺസെപ്റ്റ് എവിടുന്നെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ പുരുഷന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നത് അവർക്ക് വാദങ്ങളല്ലാത്തതുകൊണ്ട്, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കോണം. ഒരധികാരവും സ്ത്രീയെ ഉപദ്രവിക്കാനോ, സ്ത്രീയെ അബ്യൂസ് ചെയ്യാനോ, സ്ത്രീയെ കളിയാക്കാനോ, സ്ത്രീയെ പുച്ഛിക്കാനോ തിരുവചനം ഒരധികാരവും പുരുഷന് നൽകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. അത് മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ്. അപ്പൊ റിലേഷണൽ റോളിൽ അവർ വൺ ഓഫ് ഇന്റർഡിപെൻഡൻസ് ആണ്, പരസ്പരം ഇന്റർഡിപെൻഡന്റ് ആണ്. എന്നാൽ ഫങ്ഷണൽ റോളുണ്ട്. ഫങ്ഷണൽ റോൾ, ആ ഫങ്ഷണൽ റോളിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഞങ്ങളെ പോലുള്ളവർക്ക് കേൾക്കാൻ ഒരു പക്ഷേ മറ്റു കാര്യം ഞങ്ങൾ ഓർക്കാറില്ല, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഈ റോളാണ്. കാരണം ഫങ്ഷണൽ റോൾ, ഫങ്ഷണൽ റോള് എപ്പോഴും ഒരു ഹൈറാർക്കിക്കൽ റോളാണ്. അതിന്റെ കാരണം, ഏത് യൂണിറ്റ് നന്നായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ടായിരിക്കണം. അത് വീടാണെങ്കിൽ അത്, സഭയാണെങ്കിൽ അത്, സ്കൂളാണെങ്കിൽ അത്, ഓഫീസാണെങ്കിൽ അത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് ഒരു ലീഡർ, ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അങ്ങനെ കുടുംബത്തിന് ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി അല്ലെങ്കിൽ റോൾ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി, ദാറ്റ് ഈസ് വൺ ഓഫ് ഹൈറാർക്കിക്കൽ. അത് ഹസ്ബൻഡ് ഈസ് പ്ലേസ്ഡ് ഫസ്റ്റ്, വിമൻ ഈസ് or wife is placed second, and then children. ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളും അങ്ങനെ മൂന്നായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് റെസ്പോൺസിബിലിറ്റീസ്? സ്പൗസസിന്റെ ഒരു ഭവനത്തിൽ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും റെസ്പോൺസിബിലിറ്റി എന്താ? ഇവിടെയാണ് പുരുഷന് ലീഡർഷിപ്പ് കർത്താവ് കൊടുക്കുന്നത്. ഇവിടെയാണ് പുരുഷന് ഹെഡ്ഷിപ്പ് കർത്താവ് കൊടുക്കുന്നത്. അതിന്റെ മിസ്റ്ററി ദൈവത്തിനെ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് പുരുഷന് ആ ഹെഡ്ഷിപ്പ് കൊടുത്തത്? ഇനി തിരിച്ച് സ്ത്രീക്ക് കൊടുത്തിരുന്നെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ എന്തിനാ സ്ത്രീക്ക് അത് കൊടുത്തത്? അപ്പൊ എനിവേ, പുരുഷനായിരിക്കും വേദപുസ്തകത്തിന്റെ, ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഫാമിലിയുടെ ഡിസൈനിൽ പുരുഷനായിരിക്കും കുടുംബത്തിന്റെ ഹെഡ്ഷിപ്പ്, കുടുംബത്തിന്റെ ലീഡർഷിപ്പ്, ഹസ്ബൻഡ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പെട്ടെന്ന് വായിച്ചാൽ. ഒന്ന് നോക്കിയേ, ദൈവം ആ സ്ട്രക്ചർ വെച്ച് നോക്കിയേ. ക്രിസ്തുവിന്റെ ഏറ്റവും ടോപ്പിലാണ് ദൈവം, അതിന്റെ താഴെ ക്രിസ്തു, അതിന്റെ താഴെ ഹസ്ബൻഡ്, അതിന്റെ താഴെ വൈഫ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറാർക്കിക്കൽ റോളിൽ വൈഫ് ഒരു ഹസ്ബൻഡിന്റെ സ്ലേവ് ആകണം, അതിനാണ് പുരുഷനെ സ്ത്രീയുടെ മേളിൽ വെച്ചതെങ്കിൽ
ക്രിസ്തു ആരുടെ സ്ലേവ് ആയിരിക്കണം? ഹലോ, എന്നാൽ അതല്ല മീൻ ചെയ്ത്. നമ്മുടെ കർത്താവ് ക്രിസ്തു സ്ലേവ് അല്ല, പുത്രനാണ്. ഈക്വൽ അതോറിറ്റി, സെയിം എസൻസ്, സെയിം പവർ, അതുള്ള പുത്രനായ ക്രിസ്തു. എന്നാൽ ഫംഗ്ഷനിൽ 1 Corinthians 15-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, തൃത്വത്തിൽ പോലും ഒരു വോളണ്ടറി സബ്മിഷൻ ഉണ്ട്. തൃത്വത്തിൽ പോലും. കാരണം പിതാവായ ദൈവത്തിന് ആര് കീഴടങ്ങിയിരിക്കുന്നു? പുത്രനായ ക്രിസ്തു കീഴടങ്ങിയിരിക്കുന്നു. പുത്രനായ ക്രിസ്തുവിന് പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് കീഴടങ്ങിയിരിക്കുന്നു. അപ്പം തൃത്വത്തിൽ പോലും ദൈവത്വത്തിൽ പോലും എന്തുകൊണ്ട്? ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഉണ്ട്. അത് ഫങ്ഷണൽ റോളാണ്. അത് അധികാരത്തിന്റെ വ്യത്യാസമോ ആരോഗ്യത്തിന്റെ വ്യത്യാസമോ അല്ല. ലീഡർഷിപ്പ് പുരുഷനെ ഏൽപ്പിച്ചിരിക്കുക. അത് സഹോദരിമാർ നന്നായിട്ട് മനസ്സിലാക്കണം. വീടിന്റെ ഹെഡ്ഷിപ്പ്, പുരുഷനേക്കാൾ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലും പുരുഷനേക്കാൾ നമുക്ക് വരുമാനമുണ്ടെങ്കിലും നമ്മളിനി 6 പുരുഷൻ 5 ആണെങ്കിലും പുരുഷൻ നമ്മേക്കാൾ വിദ്യാഭ്യാസം കുറവും നമുക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കിലും നമ്മളിനി പകലോ മറ്റും ശങ്കരപുരിയിൽ നിന്ന് വന്നാലും എവിടുന്ന് വന്നാലും വേദപുസ്തകം ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ വീടിന്റെ ഹെഡ്ഷിപ്പ്, ഡയറക്ടർഷിപ്പ്, ലീഡർഷിപ്പ് അത് പുരുഷനായിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ഉള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം ഫങ്ഷണൽ റോളിൽ അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് പുരുഷന് ആ റോളിൽ അവൾ കീഴടങ്ങിയിരിക്കണം. വേദപുസ്തകം അതാണ് പറയുന്നത്. പെട്ടെന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം കൂടെ വായിച്ചാൽ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്തുവാ ഈ ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ സമയം തീരുന്നത് കൊണ്ട് പെട്ടെന്ന് ആ കാര്യം കൂടെ ഓർപ്പിച്ച് എനിക്ക് എന്തുവാ ഈ ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ഗമേല പുള്ളിയുടെ നടന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മിലിറ്ററി കമാൻഡിങ് ആണ്. ഭാര്യ അങ്ങോട്ട് നോക്കിയ കുറ്റം, ഇങ്ങോട്ട് നോക്കിയ കുറ്റം, ജനൽ തുറന്നിട്ട കുറ്റം, ജനൽ അടച്ചാൽ കുറ്റം, പിന്നെ ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്ത കുറ്റം. പോലീസുകാരുടെ സ്റ്റേഷനിൽ കേരളത്തിലെ പോലീസുകാരുടെ അടുത്ത് പോകുന്ന പോലാണെന്നാ പറയുന്നത്. വലതുകാൽ വെച്ചാൽ പോലീസുകാരൻ ചോദിക്കും, നീ എന്താടാ ഇവിടെ നന്നാക്കാൻ വന്നേക്കാണ്. ഇടതുകാൽ വെച്ചാൽ കയറുന്നെങ്കിൽ പോലീസുകാരൻ ചോദിക്കും, എന്താടാ ഇവിടെ മുടിക്കാൻ വന്നേക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാര്യമാർ നട്ടം കറങ്ങുന്നത് വീടുകളിൽ കാണാറുണ്ട്. അത് വേദപുസ്തകത്തിന്റെ പ്രിൻസിപ്പൾ അല്ല. ലീഡർഷിപ്പ് ഡസ് നോട്ട് മീൻ, മാരേജിനെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ എന്തല്ലെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പൊ നേതൃത്വം എന്ന് പറയുന്നത്, ഹെഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് മീൻ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചപ്പോ കാലിന്റെ പാദത്തിൽ നിന്നൊരല്ല എടുത്തായിരുന്നെങ്കിൽ അവളെ എന്താക്കാമായിരുന്നു? സ്ലേവ് ആക്കാമായിരുന്നു, ചവിട്ടി താക്കാമായിരുന്നു, മഹാബലിയെ താത്തതുപോലെ. അത് രണ്ടാമത് സ്ത്രീയെ എടുത്തപ്പോ എല്ലാം